ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ ബസ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മളെ ബസ് ഇപ്പോൾ പൊളിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് കയറ്റിയിട്ടുള്ളത്. അത് പഴയങ്ങാടി വർക്ക്ഷോപ്പിലാണ് കയറ്റിയിട്ടുള്ളത്. അവിടെ നമ്മൾ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നേരെ വർക്ക്ഷോപ്പിലേക്കല്ല പോയത്. വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് മാടായിക്കാവ് അവിടെ ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ മാടായിക്കാവിലേക്കാണ് പോയത്. അവിടെ എത്തി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരു തവണ മാടായിക്കാവിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല. അന്ന് എത്തുമ്പോഴേക്കും നട അടച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് തൊഴുത് അവിടെ നിന്ന് ചരടൊക്കെ മന്ത്രിച്ച് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചിട്ട് നമ്മൾ നേരെ മാടായിപ്പാറക്കാണ് പോയത്. പക്ഷേ മാടായിപ്പാറ പുറത്തിറങ്ങാൻ പറ്റില്ല. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങാതെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. വണ്ടിയിൽ പോകുമ്പോഴുള്ള മാടായിപ്പാറേൻ്റെ കാഴ്ചയാണിത്. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. വണ്ടീൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കുമ്പോൾ അവർ സീറ്റെല്ലാം കംപ്ലീറ്റ് അയച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡീൻ്റെ ഷീറ്റൊക്കെ പറിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ പണി കുറച്ചുണ്ട്, ഫുള്ളായിട്ടില്ല. സീറ്റിന് കുറച്ച് കുഷൻ അടിക്കാനും അതേപോലെ തന്നെ അതിന് വെൽവെറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് കൊണ്ടുപോയിട്ടാണ് ഉള്ളത്. വണ്ടീൻ്റെ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് പൊളിക്കുന്നില്ല. പക്ഷേ അതിന് കുറച്ച് ബാക്കിൽ കുറച്ച് മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഡെക്കോളിയൊന്നും പോകാതെ കൊണ്ട് അതിൻ്റെ ടോപ്പിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ബോഡീൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മരെല്ലാം ദ്രവിച്ച് പോയതുകൊണ്ട് അവിടെ പൈപ്പാണ് അടിച്ചിട്ടിനി പൈപ്പ് ബോഡിയാണ് ആക്കുന്നത്. അതുപോലെ ബോഡീൻ്റെ ഷീറ്റിന് പുതിയതായിരിക്കും. നമ്മൾ വണ്ടിയിൽ നോക്കുമ്പോൾ രണ്ടാളിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുക്കുന്നതാണ് അഭിജിത്ത്, ഇതാണ് അഭിരാമി. അവരുടെ പേരാണ് ബസ്സിനുള്ളത്. ഇതാണ് മുതലാളി. നമ്മളെ വണ്ടിക്ക് പുറമെ പിന്നെയും ഒരു 6-7 വണ്ടികൾ ഷെഡിൻ്റെ ഉള്ളിലുണ്ട്. ബ്രേക്ക് എടുക്കുന്നതും പൊളിച്ചു കെട്ടുന്നതെല്ലാമായിട്ട് ഫുള്ളായിട്ട് പൊളിച്ചു കെട്ടുന്ന വണ്ടികൾ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് വണ്ടി തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ നമ്മൾ നേരെ പോയത് പറശ്ശിനിയിലേക്കാണ്. പറശ്ശിനിയിൽ കൊട്ടിയൂരുത്സവം കഴിഞ്ഞതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി പറശ്ശിനി അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം നേരി തൊഴുത് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് ഇനി നാട്ടിലേക്ക് പോകുന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടുത്തെ ഭക്ഷണം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചോറും സാമ്പാറും അതുപോലെ തന്നെ ഇഞ്ചിക്കറിയും. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന ആ സൈഡിൽ ചുമരിൻ്റെ മുകളിൽ കുറേ മുത്തപ്പൻ്റെ ഫോട്ടോകൾ വരച്ചതുണ്ട്. അത് ഓരോരാൾ വരച്ചിട്ട് അവിടെ സമർപ്പിക്കുന്നതാണ്. അവിടെ നിന്ന് വരുമ്പോൾ അവ്യൂവിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളും വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.